ഹലോ എവ്രിവൺ, അരുണിമ മിസ്സാണ്. 4ാം ക്ലാസ്സിലെ മിടുക്കന്മാരോടും മിടുക്കികളോടുമാണ് ഇന്ന് മിസ്സിന് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. മക്കളെ എല്ലാവരും ഇപ്പോൾ 4ാം ക്ലാസ്സിലേക്ക് കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാൽ പ്രവേശിക്കുക അല്ലേ? അപ്പോൾ 4ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് എന്താണ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളാണ് ഇനി LP സെക്ഷനിലെ ഏറ്റവും മുതിർന്ന കുട്ടികൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഉണ്ട്, ഒരുപാട് പാഠഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒപ്പം നിങ്ങൾ ആദ്യമായിട്ട് എഴുതുന്ന CM കിഡ്സ് സ്കോളർഷിപ്പ് എക്സാം എന്ന് പറയുന്ന ഒരു കോമ്പറ്റേറ്റീവ് എക്സാം കൂടെ ഉണ്ട്. നമ്മൾ ആദ്യമായിട്ടായിരിക്കും ഇത്രയും വലിയൊരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. 4ാം ക്ലാസ്സിൽ ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യും, ഈ ഒരു എക്സാമിന് മത്സരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടോ, 4ാം ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഈ എക്സാം എഴുതാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്? തീർച്ചയായിട്ടും പറ്റില്ല. സെലക്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടി സ്കൂളുകളിൽ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിൻ്റെ ബേസിലാണ് ഈ സെലക്ഷൻ നടക്കുന്നുണ്ടാവുക എന്നുള്ളത്. ഓണപ്പരീക്ഷ, ക്രിസ്മസ് പരീക്ഷ, ഇതിലൊക്കെ എല്ലാ വിഷയങ്ങളിലും A ഗ്രേഡ് നേടുന്ന കുട്ടികളെ ആയിരിക്കും എക്സാമിനായിട്ട് തിരഞ്ഞെടുക്കുക. അപ്പോൾ ടീച്ചർക്ക് പറയാനുള്ളതും ഇത് തന്നെയാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ എഴുതാൻ ഒത്തിരി ഇഷ്ടമായിരിക്കും. പക്ഷെ സെലക്ഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ക്ലാസ് മുതൽ തന്നെ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങേണ്ടതുണ്ട്. ഒരുപാടൊന്നും പഠിക്കേണ്ടതില്ല. ഓരോ ദിവസവും പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് ഒന്നുകൂടി ഒന്ന് നോക്കിയാൽ മതി. അതിന് നിങ്ങൾക്ക് ഒരാൾ കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഒത്തിരി അടിപൊളിയായിരിക്കും. അങ്ങനെയാണ് 4ാം ക്ലാസ്സിൽ വെച്ച് നമ്മൾ സൈലത്തിൻ്റെ ഒരു ബാച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ ബാച്ചിൻ്റെ പേര് പ്രാണ ബാച്ച് എന്നാണ്. ഓൾറെഡി കുട്ടികൾ ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് മിസ്സേ ജോയിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മൾക്ക് ഇതിലെ ക്ലാസ്സുകൾ കിട്ടുക എന്നുള്ളതൊക്കെ. മക്കളെ, താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യുക, നിങ്ങളുടെ പാരൻസിനോടൊന്ന് വിളിക്കാൻ പറയുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുക്കേണ്ടതെന്ന്. അപ്പോൾ ആരെങ്കിലും ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ പറയാണ്, താഴെ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് പാരൻസിൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യാൻ പറയാം. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പം ഒന്നാമനാവാൻ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിച്ച് പഠിച്ചു തുടങ്ങാം. സൈലം നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് ക്ലാസ്സുകളിൽ നമുക്ക് വീണ്ടും കാണാം.